നിമിഷ നേരം കൊണ്ട് സാധ്യമാകും. എങ്കിലും നന്മയാണല്ലോ നിന്റെ ലക്ഷ്യം. സാധ്യമാക്കുന്നുണ്ട് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട്. എന്താ ആ കോലാഹലം? അത് കോടിയോ? സഹായിക്കണോ ഞാൻ? അവിടേക്ക് 100 കോടികളെ വധിക്കാൻ എത്ര നേരം വേണം ഭഗവാൻ? രണ്ടാം തന്നെ നിന്റെ വരസിദ്ധി. പക്കലെത്തിയതും കണ്ടു. ക്ഷണിച്ചിരിക്കുന്നു നിന്നെ. ഏതു പക്ഷത്തിലേക്ക്? അശക്തരെ തുണയ്ക്കുക. എന്തു ദാനം? യുദ്ധം വീക്ഷിക്കുകയാണിപ്പോൾ. അതാ കണ്ടില്ലേ ഭീഷ്മാചാര്യന്റെ രഥയോട്ടം. നിർത്തു ഭീഷ്മ രഥം. ആരാ നീ? ഭീഷ്മന്റെ രഥം തടയുന്നവൻ. ആരാകിലെന്ത്? യുദ്ധം ചെയ്യാൻ ഭയമുണ്ടോ ഭീഷ്മന്? ശിഖണ്ഡികളോടുള്ള യുദ്ധം പൗരുഷത്തിന് ചെറുതല്ല. എനിക്ക് അറിയുമോ നീ അമ്പയെ? ഭീഷ്മനാൽ അപമാനിതയായി ജീവിതം തകർന്ന അമ്പ എന്ന കാശിരാജപുത്രിയെ അഗ്നിപ്രവേശം ചെയ്ത് അമ്പ ശിഖണ്ഡിയായി പുനർജനിച്ചെത്തിയത് നിന്നെ വധിക്കാനാണ്. ഹേ ഭീഷ്മാചാര്യ, നിന്നോട് യുദ്ധത്തിന് ഇല്ല ഞാൻ. യുദ്ധത്തെ ഭയക്കുന്ന മഹാരഥനാണോ ഭീഷ്മർ? അമ്പയോട് ഞാൻ അപരാധം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നപ്പോൾ, അല്ലെങ്കിൽ ഭീഷ്മനെ ഭീരുവായിരുന്നു. നാവ് വീമ്പടിക്കാനുള്ളതല്ല, ആയുധം ആഡംബരത്തിനുമുള്ളതല്ല. ധനുർവീരന്മാർക്ക് ആയുധം ഉപേക്ഷിക്കുന്നു. കഴിയുമെങ്കിൽ നിനക്ക് എന്നെ വധിച്ച് പ്രതികാരമെടുക്കാം. അവസരം ഇതാണ് പാർത്ഥ. തൊടുക്കൂ ശരം. കണ്ടില്ലേ മുകുന്ദ? ഭീരുത്വം വിളമ്പുന്നു വിജയം കാംക്ഷിച്ചെത്തിയ ധനുർവിജയം. യുദ്ധത്തിൽ സ്വന്തം ബന്ധങ്ങളില്ല, എതിർക്കുന്നവൻ ശത്രു മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ ചരിത്രം നിനക്ക് രചിക്കുന്നത് ക്ഷാത്രധർമ്മം ഭയന്ന ഭീരുവെന്നാകും. പിതാമഹൻ സ്വച്ഛന്ത മൃത്യുവാണ്. വധിക്കാൻ എനിക്കാകുമോ? വേണ്ട, വീഴ്ത്ത്, ശരശയ്യ തീർത്ത് കിടത്ത്. അമ്പ കാണാൻ കൊതിച്ചിരുന്ന മുഹൂർത്തം. അത് ഉചിതമാവില്ല കർണ. ആചാര്യർ നയിക്കട്ടെ പടയെ. എന്നാൽ അതു കഴിഞ്ഞിട്ട് ഇനി കർണൻ ആയുധമേന്തു. ശക്തി എന്തെന്നറിഞ്ഞ് ജീവനുണ്ടെങ്കിൽ മടങ്ങിപ്പോകാൻ നിനക്ക്. ദുശാസനം തന്നെടാ മൃഗോദര. വെല്ലുവിളിച്ചത് അർജുനനെയാണ്. പക്ഷേ അവനെ രക്ഷിക്കാനെത്തിയതോ നീ. നിന്റെ മരണം അർജുനനല്ല, മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. കാരണം നിന്നെ വധിക്കാനുള്ള പ്രതിജ്ഞ ഈ ഭീമന്റേതാണ്. പ്രതിജ്ഞ ചെയ്ത ഈ പരാക്രമിക്ക് പൗരുഷമുണ്ടായിരുന്നുവെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നോക്കി നിന്ന് രസിക്കുമായിരുന്നു ഈ ബാഹുബലൻ. ജ്യേഷ്ഠൻ യുധിഷ്ഠിരന്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ എന്തും സഹിക്കണമായിരുന്നു ഭീമസേനനും. അവസരം ഇന്നിതാ എത്തിച്ചേർന്നിരിക്കുന്നു. നീ മരണത്തിലേക്ക് സ്വയം വന്നെത്തിക്കഴിഞ്ഞു. പാഞ്ചാലിയുടെ പൂഞ്ചേനയടിച്ച നിന്റെ കരങ്ങൾ തച്ചു തകർത്ത് രസിക്കാൻ ഇതാ എന്റെ കരങ്ങൾക്കും ആർത്തിയായി. ഇവന്റെ മാറി പിളർന്ന് ചങ്കിലെ ചുരുനിണം എനിക്ക് വേണം. അത് പുരട്ടി വേണം ഈ അധമൻ ചൂതാട്ടവേദിയിൽ അന്നഴിച്ച ഈ കൂന്തൽ ഇന്നെനിക്ക് ബന്ധിക്കാൻ. ഈ പാഞ്ചാലി ശപഥം ഇന്നും നിറവേറ്റണം എനിക്ക്. നിന്റെ പ്രിയതമന്റെ ചങ്കിലെ ചോര
നിറവേറ്റിക്കൊടുക്കാൻ അമാന്തിക്കേണ്ട. നടക്കട്ടെ. ദ്രൗപദി, ഇതാ നിന്റെ ശപഥം നിറവേറ്റാം. അയ്യോ അമ്മേ, അമ്മേ. അന്ന് പൊട്ടിച്ചിരിച്ചവനല്ലേ നീ? കരയെ, പൊട്ടിക്കരയെ. അത് കേൾക്കെ പൊട്ടിച്ചിരിക്കണം ഈ ദ്രൗപദിക്ക്. കർണ, നിനക്കന്ത്യവുമായി കാത്തു നിൽക്കുകയാണ് അർജുനൻ. ഇതാ വരുന്നു. വേണ്ട, കേട്ടില്ല? അതൊരുവന്റെ അവിവേകത്തിന്റെ ശബ്ദമാണ്. അത് കേട്ട് പുറപ്പെടുന്നത് സാഹസമാണ്. എന്റെ കരത്തിലുമുണ്ടോ ധനുസ്? അവന്റെ ധനുസിൽ തൊടുക്കാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഒരു ദിവ്യമേശ്വരൻ. കൊടുക്കട്ടെ, ഞാനത് തകർത്തെറിയും. വിട്ടിത്തം പുലമ്പാതെ ഫൽഗുന, നിനക്കത് സാധ്യമല്ല. പിന്നെ ആര്? കരുതിയിട്ടുണ്ടൊരു പോരാളിയെ ഞാൻ, കടോൽക്കജൻ. അറിയില്ലേ, ഭീമസുതൻ കടോൽക്കജൻ. എന്തു കർമ്മമാണ് ഞാൻ നിറവേറ്റേണ്ടത്? കണ്ടില്ലേ കർണന്റെ പടയോട്ടം? എതിർക്കവനെ. കർണനല്ല, ഏതു വിശ്വൈക വീരനാണേലും എതിർക്കും ഈ ഘടോൽഖജൻ. ഹേ കർണ, സൂര്യപുത്ര, ആയാലെന്ത് തടഞ്ഞില്ലേ? എന്തിനു തടഞ്ഞു നീ? കർണനോട് എതിർക്കാൻ. കർണനോട് എതിർക്കാൻ ആരാണു നീ? ഞാൻ ഘടോൽഖജൻ. ഓ, രാക്ഷസി ഹിഡിംബീപുത്രൻ. അതെ, രാക്ഷസിയെങ്കിലും ഘടോൽഖജന് പറയാനൊരു മാതാവുണ്ട്. പറയാമോ ഈ മഹാപുരുഷന്റെ മാതാവാരെന്ന്? അധിക്ഷേപിക്കാനാണോ നിന്റെ പുറപ്പാട്? അല്ല, എതിർക്കാൻ. എതിർക്കുന്നത് നീ ഈ സൂര്യപുത്രനെ. എന്താ, സൂര്യപുത്രനെ എതിർക്കാൻ ഭീമപുത്രൻ ആകരുതോ? നിനക്ക് ജീവനിൽ ആശയില്ലേ? എനിക്ക് ജീവനിലില്ലാത്തത് ഭയം, അതുമാത്രമാണ്. ഭയക്കും നീ ഈ കർണനെ? ഒരുതി നോക്കാം. പോരെ, ഘടോൽഖജന് ഭയമല്ല, വിനോദമാണ്. എങ്കിലും നീ വിനോദിക്കാൻ ഓർക്കജ. ഇവൻ അപാര പോരാളി തന്നെ. എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇവനെ വധിച്ചേ തീരും. അതിനെനിക്കൊന്നേ ഉള്ളു മാർഗം. ഞാൻ അർജുനന് വേണ്ടി കരുതിയിരിക്കുന്ന വേൽശരം. ഘടോൽഖജ, മരണത്തെ വരിക്കാൻ ഒരുങ്ങിക്കോ. വീരമകനെ ഘടോൽഖജ, നിനക്കിതോ വിധി. കർണ, എന്റെ പ്രിയ പുത്രന്റെ കാതക, നിന്നെ ഞാൻ എന്തു വേണമെങ്കിലും ആകാം. പക്ഷേ അർജുനൻ ഒഴികെ കൊണ്ടുപോകാ. വീരനാണ് ഘടോൽഖജൻ. അവന്റെ ജലം കഴുകന്മാർ കൊത്തിവലിക്കരുത്. വീരോചിതമായി സംസ്കരിക്കുക. കൃഷ്ണ, അനുജന്റെ ജീവൻ രക്ഷിക്കാൻ ജ്യേഷ്ഠന്റെ മകന്റെ ജീവബലിയോ? നാശം
രഥം ചതിച്ചുവല്ലോ. തേരാളി, ഈ രഥചക്രം ഒന്ന് ഉയർത്തു. തേരാളിയുടെ കർമ്മം തേർതെളിക്കാനാണ്, ചക്രം ഉയർത്തലല്ല. അതുകൊണ്ടത്രേ ഞാനും രഥം ഉപേക്ഷിച്ചെത്തിയത്. ലോകം ഇന്നോളം കണ്ടതിലേറ്റം ഒരു മഹായുദ്ധത്തിന് സാക്ഷിയാവുകയാണ് ഇന്ന് ഈ കുരുക്ഷേത്ര ഭൂമി. അല്പം മുൻപ് കണ്ട കടോൽക്കജന്റെ യുദ്ധത്തെ മറക്കുന്നുവോ കർണൻ? ആത്മമിത്രൻ സുയോധനന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിന്നെ വധിക്കാൻ ഞാൻ ആർക്കും വാക്കു നൽകിയിട്ടില്ല. പക്ഷേ അല്പം മുൻപ് നീ നടത്തിയ അരുംകൊലയ്ക്ക് എനിക്ക് പ്രതികാരം ചെയ്തേ തീരൂ. ഞാൻ ഭാർഗവ രാമശിഷ്യനാണ്. മറക്കുന്നുവോ അർജുനൻ? കുരുക്ഷേത്രം യുദ്ധം. അർജുന, അവസരം ഇതാണ്. ഞാൻ എല്ലാത്തിനെയും കൊന്നു മുടിക്കും. ആരാവിടെ? ഞാൻ തന്നെ. അശ്വത്ഥാമാവേ, നീയോ? അതെ, ഞാൻ തന്നെ. നീ അവിടെ ഒന്ന് രസിക്കുകയായിരുന്നു. ആരെ? ദ്രൗപദിയുടെ 5 പുത്രന്മാരെ. ഗന്ധവ്യമായ അപരാധം. ഒരു മതയാനയ്ക്ക് എന്റെ പേര് നൽകുക, എന്നിട്ട് അതിനെ വധിക്കുക. പിന്നെ യുധിഷ്ഠിരനെ കൊണ്ട് അശ്വത്ഥാമാവിനെ വധിച്ചുവെന്ന് അസത്യം വിളിച്ചു പറയുക. ഈ അപരാധത്തിന് എന്ത് പേരിട്ട് വിളിക്കണം മഹാഭാരത വീര? പൊറുക്കില്ല ഞാൻ നിന്നോട്. പൊറുക്കേണ്ടവൻ ഞാനാണ്, പക്ഷേ പൊറുക്കില്ല ഞാൻ. എന്റെ ഉള്ളിലെരിയുന്ന പ്രതികാര തീ അണയണമെങ്കിൽ പാണ്ഡവരെ ഉന്മൂലനാശം ചെയ്യണം. ആരുടെ നാശം? ഇരുവരും യുദ്ധം മതിയാക്കുവിൻ. ഭഗവാനെ, പിതാവിന് വേണ്ടി പ്രതികാരം ചെയ്യേണ്ടത് പുത്രധർമ്മമല്ലേ? നിന്റെ വ്യഥ ഞാൻ അറിയുന്നു അശ്വത്ഥാമ. ദ്രോണാചാര്യരോട് അപരാധം സംഭവിച്ചു പോയി. പക്ഷേ അതിന് കാരണക്കാരൻ ഞാനാണ്, അർജുനനല്ല. കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. എന്നെ വധിക്കാം, നിന്റെ പ്രതികാരം തീർക്കാൻ. ഇതാ, വധിച്ചോളൂ. അത് നിർവഹിച്ചൊരു മഹാപാപം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാലം തീർപ്പാക്കട്ടെ വിധി. കാലം തീർപ്പാക്കിയിട്ടുണ്ട് അശ്വത്ഥാമ. ഈ കൃഷ്ണനും വിധി. ഒരു വേടൻ മൂർച്ച കൂട്ടുന്നുണ്ട്, ഒരു ശരം ഈ കൃഷ്ണന് വേണ്ടി. അർജുനനും വിധിച്ചിട്ടുണ്ട് മരണം സ്വപുത്രനാൽ. അതിനില്ല കാലം ഇനി അധികം. ആയുധമേന്താതെ പട നയിച്ച് നേടിയ വിജയം ശ്രീകൃഷ്ണ വിജയമല്ലേ ഭഗവാനെ? എന്തിനായിരുന്നു ഈ വിജയം? യദാ യദാ ഹി ധർമ്മസ്യ
ഞാൻ